ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നാളെ സ്കൂൾ തുറക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പുള്ള ഉച്ചക്കത്തെ കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് ഒന്നുമില്ല, ഇന്ന് ചൂരമീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അനുവേട്ടൻ പോയി മുറിച്ചത് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ പരിപ്പ് കറിയാണ്, അത് കളയണ്ടെന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. പിന്നെ വേണ്ട മീൻ കുറച്ച് വറുക്കാനായിട്ട് എടുത്തു. അപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ പീസ് മുറിച്ച് മേടിക്കത്തില്ലേ, അതാട്ടോ വാങ്ങിച്ചത്. ഫുള്ള് ചൂരയൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടോയെന്നൊന്നും അറിയത്തില്ല. പിന്നെ വലിയ ചൂരയ്ക്ക് 700 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത്രയും വാങ്ങിച്ചാലും നമുക്ക് വേസ്റ്റ് അല്ലേ. അപ്പോൾ കുറച്ച് മേടിച്ചു. അപ്പോൾ വേണ്ട നന്ദൂട്ടനും അനുവേട്ടനും കൂടെ വേണ്ടിയിട്ട് ഞാൻ വറുത്ത് മാറ്റി കുറച്ച് ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മീൻകറി ഞാൻ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ പുളിയോ നമ്മുടെ വടക്കൻ പുളി എന്നൊക്കെ പറയത്തില്ലേ, കറുത്ത കളറിലെ, അതോ പിന്നെ മുളക് പൊടിയൊക്കെ തീർന്നിരിക്കുക ഇവിടെ. അപ്പം ഈ സംക്രാന്തിക്ക് നാട്ടിലോട്ട് വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തകർത്തതെടുത്ത്. ഇപ്പം എല്ലാം തീർന്നു, ഇനിയിപ്പോൾ ഓർഡർ ചെയ്യണം. ഇവിടുത്തെ മുളക് പൊടിക്കാണെങ്കിൽ ഇവർ മിക്സിങ് ആട്ടോ, ഇവർ മിക്സ് ചെയ്തിട്ടാണ് പൊടിക്കുന്നത്. വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് അതിട്ടാൽ ശരിയാവത്തില്ല, കാരണം അതിനൊരു മസാലയുടെ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീൻകറിക്ക് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഞാൻ പുളിയും മുളകാട്ടോ വയ്ക്കുന്നത്, മുളക് കറിയാണ് വയ്ക്കുന്നത്. പിന്നെ തേങ്ങാക്കറി വല്ലപ്പോഴേ വെക്കത്തുള്ളൂ. ചിലപ്പോഴൊക്കെ കിട്ടുന്ന തേങ്ങ കരിക്കിൻ്റെ പരുവമായിരിക്കും. അത് കാരണം ഞാൻ തേങ്ങാക്കറി കൂടുതൽ വെക്കാറില്ല, വല്ലപ്പോഴും വെക്കും. മാങ്ങയൊക്കെ കിട്ടുമ്പോഴേ വെക്കത്തുള്ളൂ. അപ്പം വേണ്ടേ എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിയൽ തിന്നണമെന്ന് തോന്നി. അത് നമ്മൾ പൊങ്കലിന് വേണ്ടി സാധനം മേടിക്കാൻ പോയപ്പോൾ നമുക്ക് ചേനയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് അത് കണ്ടപ്പോൾ മുതലേ എനിക്ക് അവിയൽ കഴിക്കണം. അവിയൽ കഴിച്ചിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ അത് കാരണം അവിയൽ ഉണ്ടാക്കുക പെട്ടെന്ന്. അപ്പോഴത്തേക്കും അച്ഛനും മോളും കൂടെ പകുതി മീൻ വറുത്തതും തിന്ന് തീർത്ത്. അപ്പോൾ വേണ്ട ബാക്കി എല്ലാം റെഡിയായി ഞാൻ കിച്ചനും ക്ലീനാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ഓർമ്മ വന്നത്. അങ്ങനെ വേണ്ടേ. അപ്പോൾ ആരും അവിയൽ കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇവിടുത്തെ സാമ്പാറും അവിയലും ഒക്കെ ഈ പരുവത്തിലാക്കിയില്ലെങ്കിൽ ഇവരിത് കഴിക്കത്തില്ല, ഇവർക്ക് ഇഷ്ടമല്ല. ഇവർ പീസൊക്കെ എടുത്ത് മാറ്റും. അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മതിയല്ലോ എന്ന് കരുതി ഞാൻ നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് നല്ലോണം ഉടച്ചെടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചോറ് വിളമ്പുക, അവിയലിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴേക്ക് രണ്ടുപേരും മീൻ വറുത്ത ഫുള്ള് തട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോറ് വിളമ്പുക കേട്ടോ. അപ്പോൾ അനുവേട്ടൻ്റെ പ്ലേറ്റായത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ചോറ് അറിയാമല്ലോ, പുന്നേരി ടൈപ്പ് ചോറാണ്. അപ്പം നമുക്ക് ഫസ്റ്റൊക്കെ ഇവിടുത്തെ മീൻകറിയായിട്ട് കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാനാണെങ്കിൽ കഴിക്കത്തേ ഇല്ലായിരുന്നു ചോറ്. പിന്നെ ഇവിടുത്തെ കറികൾ ഉണ്ടാക്കിക്കൊണ്ട് സ്കൂളിലാണെങ്കിലും ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ മീൻ വറുത്ത് വെച്ചു. പിന്നെന്താ ഇന്നത്തെ സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. നെക്സ്റ്റ് നല്ല ചൂട് അവിയലാട്ടോ. ജസ്റ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ പാത്രത്തിൽ നിന്ന്, മീൻസ് കുക്കറിൽ നിന്ന്. അപ്പോൾ അതേണ്ട നല്ല ചൂടവിയലും പിന്നെ അതേണ്ട മീൻകറിയുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറി ഒഴിക്കേണ്ട, അനുവേണ്ട പ്ലേറ്റാണ് നമുക്ക് അകത്ത് കൊണ്ട് കൊടുക്കാം. അപ്പോൾ അവർ രണ്ടുപേരും കൈയൊക്കെ കഴുകി അകത്തിരിപ്പുണ്ട്. ഞാൻ മീൻകറി ഒഴിക്കുന്നില്ല, അകത്ത് കൊണ്ട് അവർക്ക് ആവശ്യമുള്ള എടുത്ത് കഴിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഞായറാഴ്ച ഇവിടെ മീൻ വെച്ചാലേ ഈ മീനിൻ്റെ പീസുകളൊക്കെ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഞാനും മോളും കൊണ്ടുപോകത്തില്ല. പിന്നെ വൈകിട്ട് വന്നിട്ട് ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അപ്പോഴത്തേനും സൺഡേ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് മീൻ. അത് കാരണം മീനിൻ്റെ പീസൊക്കെ അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേവി മാത്രം തീർന്ന് മീനിൻ്റെ പീസെല്ലാം അവിടെ തന്നെ കാണും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്